മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി പാർക്കിൻസൺസ് രോഗബാധിതനായ ഒരാളുടെ ജീവിതം സിനിമയാക്കിയാൽ എങ്ങനെയായിരിക്കും? രോഗത്തിന്റെ വേദന മാത്രം പ്രേക്ഷകരോട് പറയുന്ന ഒരു സിനിമയാകാതെ രോഗം ബാധിച്ച ശേഷവും തന്റെ അന്തസ്സും സ്വാതന്ത്ര്യബോധവും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയായാലോ? അത്തരമൊരു ചിന്തയിൽ നിന്നാണ് കയ്യൊപ്പെന്ന സങ്കല്പത്തിന്റെ തുടക്കം. പാർക്കിൻസൺസ് എന്ന രോഗത്തേക്കാൾ അതിനൊപ്പം മാറിപ്പോകുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തെയും അയാളുടെ ചുറ്റുമുള്ളവരുടെ സമീപനങ്ങളെയും കേന്ദ്രീകരിക്കുന്ന സിനിമ. ഈ കഥയിലെ മോഹൻലാലിന്റെ കഥാപാത്രം വർഷങ്ങളായി അക്ഷരങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. കയ്യെഴുത്തിലും കാലിഗ്രാഫിയിലും അസാധാരണമായ കഴിവുള്ള ഒരു കലാകാരൻ. മനോഹരമായ ഓരോ അക്ഷരത്തിനു പിന്നിലും അയാളുടെ കൃത്യതയും ക്ഷമയും ആത്മവിശ്വാസവുമുണ്ട്. അയാളുടെ വ്യക്തിത്വത്തിന്റെ വലിയൊരു ഭാഗം തന്നെ സ്വന്തം കൈകളുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പേന കയ്യിലെടുക്കുമ്പോൾ അയാൾക്ക് ലോകത്തെ തന്നെയാണ് നിയന്ത്രിക്കാൻ കഴിയുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഒരു ദിവസം അയാൾ സ്വന്തം വലതു കൈയിൽ വളരെ നേരിയൊരു വിറയൽ ശ്രദ്ധിക്കുന്നു. മറ്റാരും ശ്രദ്ധിക്കാത്തത്ര ചെറിയൊരു മാറ്റം. എന്നാൽ സ്വന്തം കൈയുടെ ഓരോ ചലനവും വർഷങ്ങളായി മനസ്സിലാക്കിയ ആ മനുഷ്യന് അതൊരു സാധാരണ വിറയലല്ലെന്ന് തോന്നുന്നു. ആദ്യം അയാൾ അതിനെ അവഗണിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ പേന പിടിക്കുന്നതിലും നേർരേഖ വരയ്ക്കുന്നതിലും ചായക്കപ്പ് ചുണ്ടിലെത്തിക്കുന്നതിലും ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. കാലം കടന്നു പോകുമ്പോൾ ആ ചെറിയ വിറയൽ അയാളുടെ ജീവിതത്തിലെ വലിയൊരു യാഥാർത്ഥ്യമായി മാറുന്നു. പരിശോധനകൾക്കൊടുവിൽ പാർക്കിൻസൺസ് എന്ന രോഗനിർണയം അയാൾ മുന്നിലെത്തുന്നു. പക്ഷേ ആ സിനിമയുടെ കഥ അവിടെ തുടങ്ങുകയാണ്. കാരണം കയ്യൊപ്പ് ഒരു രോഗം വന്ന മനുഷ്യന്റെ ദുരിതങ്ങളുടെ പട്ടികയല്ല. രോഗം ശരീരത്തെ മാറ്റുമ്പോൾ അതിനൊപ്പം അയാളുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് കഥയുടെ കാതൽ. രോഗം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കുടുംബത്തിന്റെ സ്നേഹവും മാറി തുടങ്ങുന്നു. ഒരു കാലത്ത് എല്ലാവർക്കും താങ്ങിയായിരുന്ന മനുഷ്യന് വേണ്ടി ഇപ്പോൾ മറ്റുള്ളവർ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ തുടങ്ങുന്നു. ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാൾ അത് ചെയ്തു കൊടുക്കുന്നു. ഭക്ഷണം കഴിക്കാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കുമ്പോൾ സഹായിക്കാൻ ഒരാൾ എത്തുന്നു. പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ വരണ്ട, ബുദ്ധിമുട്ടുണ്ടാകും എന്ന കരുതലിന്റെ വാക്കുകൾ കേൾക്കുന്നു. അവരാരും അയാളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരുടെയും ഉള്ളിൽ സ്നേഹമാണ്. പക്ഷെ ആ സ്നേഹത്തിനിടയിൽ അറിയാതെ അയാളുടെ സ്വാതന്ത്ര്യം കുറയുകയാണ്. ഒരു കാലത്ത് മറ്റുള്ളവരെ സഹായിച്ചിരുന്ന മനുഷ്യൻ പതിയെ എല്ലാവരും സംരക്ഷിക്കേണ്ട ഒരാളായി മാറുന്നു. അതാണ് അയാളുടെ യഥാർത്ഥ പോരാട്ടം. എനിക്ക് കഴിയുന്ന കാര്യങ്ങളെങ്കിലും എന്നെ ചെയ്യാൻ അനുവദിക്കൂ. ഈ ഒരു വികാരമാകാം കഥാപാത്രത്തിന്റെ ഇമോഷണൽ കോർ. അയാൾ രോഗത്തെ നിഷേധിക്കുന്നില്ല, സഹായം ആവശ്യമില്ലെന്ന് അഭിനയിക്കുന്നുമില്ല. പക്ഷേ സഹായം ചെയ്യുന്നതിനും ഒരാളുടെ സ്വാതന്ത്ര്യം അറിയാതെ എടുത്തു കളയുന്നതിനും ഇടയിൽ വളരെ നേർത്തൊരു അതിർത്തിയുണ്ടെന്ന് കുടുംബം മനസ്സിലാക്കുന്നില്ല. സിനിമയിലെ ഏറ്റവും മനോഹരമായ രംഗങ്ങളിൽ ഒന്നാകുന്നത് അയാളുടെ മകനോ മകളോ തമ്മിലുള്ള ഒരു ചെറിയ നിമിഷമായിരിക്കാം. മുതിർന്നവർ അയാളുടെ കയ്യിലെ വിറയൽ കാണുമ്പോൾ ആശങ്കപ്പെടുന്നു. പക്ഷേ കുട്ടിക്ക് അതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ തോന്നുന്നില്ല. ഒരു ദിവസം കുട്ടി സ്വന്തം പേര് മനോഹരമായി എഴുതിത്തരാൻ അയാളോട് ആവശ്യപ്പെടുന്നു. ഒരു കാലത്ത് അതിമനോഹരമായ അക്ഷരങ്ങൾ എഴുതിയിരുന്ന ആ മനുഷ്യന് പേന കയ്യിലെടുത്തു. കൈ വിറയ്ക്കുന്നു. അക്ഷരങ്ങൾ പഴയതുപോലെ പെർഫെക്റ്റായി വരുന്നില്ല. ഒരു ഘട്ടത്തിൽ സ്വന്തം എഴുത്ത് നോക്കാൻ പോലും അയാൾക്ക് വിഷമം തോന്നുന്നു. എന്നാൽ കുട്ടിക്ക് അതിലൊരു കുറവും കാണുന്നില്ല. കാരണം കുട്ടി അന്വേഷിച്ചത് ഒരു പ്രശസ്ത കാലിഗ്രഫറിന്റെ പെർഫെക്റ്റ് ലെറ്ററിംഗ് ആയിരുന്നില്ല. അത് തൻ്റെ അച്ഛൻ്റെ കയ്യൊപ്പായിരുന്നു. അവിടെയാണ് കയ്യൊപ്പ് എന്ന പേരിന് മറ്റൊരു അർത്ഥം ലഭിക്കുന്നത്. ഈ കഥാപാത്രത്തിൽ മോഹൻലാലിന് വലിയൊരു പെർഫോമൻസ് സ്പേസ് തന്നെയുണ്ട്. എന്നാൽ അത് വലിയൊരു സംഭാഷണങ്ങളിലോ ഡ്രാമാറ്റിക് സീൻസിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല. കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തി നിശബ്ദതയായിരിക്കും. കയ്യിലെ ടെർമർ മാത്രം അനുകരിക്കുന്ന പാർക്കിൻസൺസ് പോർട്രയൽ അല്ല ഇവിടെ വേണ്ടത്. നടക്കുന്നതിലെ ചെറിയ മാറ്റങ്ങൾ, മുഖഭാവങ്ങളിലെ നിയന്ത്രണം, ഒരു ചെറിയ കാര്യം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന അധിക കോൺസെൻട്രേഷൻ, മറ്റൊരാളുടെ സഹായം സ്വീകരിക്കുമ്പോഴുള്ള മടുപ്പ്, ഇതെല്ലാം വളരെ റിസ്ട്രെയിൻഡായി അവതരിപ്പിക്കേണ്ടി വരും. അതേസമയം പാർക്കിൻസൺസ് ബാധിച്ചതോടെ അയാളുടെ പേഴ്സണാലിറ്റി ഇല്ലാതാകുന്നില്ല. അയാൾ ഇപ്പോഴും തമാശ പറയുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, ഭാര്യയുമായി വഴക്കിടുന്നുണ്ട്, പഴയ ഓർമ്മകളിൽ ചിരിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. മറ്റു ചില ദിവസങ്ങളിൽ സ്വന്തം ശരീരത്തോട് തന്നെ നിരാശ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു രോഗിയെ അവതരിപ്പിക്കുന്ന കഥാപാത്രമല്ല, മറിച്ച് രോഗത്തിനിടയിലും പൂർണ്ണ മനുഷ്യനായി തുടരാൻ ശ്രമിക്കുന്ന ഒരാളെയാണ് അവതരിപ്പിക്കുന്നത്. കഥയുടെ അവസാനത്തിലും ഒരു അത്ഭുതം ആവശ്യമില്ല. അയാളുടെ കൈ പെട്ടെന്ന് പഴയതുപോലെ സ്റ്റഡിയാകേണ്ടതില്ല. പാർക്കിൻസൺസ് ഇല്ലാതാകേണ്ടതുമില്ല. പകരം ഒരു കാലത്ത് സ്വന്തം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ കലയിലേക്ക് അയാൾ വീണ്ടും മടങ്ങി വരാം. പഴയതുപോലെ പെർഫെക്റ്റ് ആയിരിക്കില്ല ആ എഴുത്ത്. വരകൾ വിറച്ചേക്കാം, അക്ഷരങ്ങളിലെ രൂപം മാറിയേക്കാം. പക്ഷേ ഇത്തവണ അയാളത് മായ്ച്ചു കളയുന്നില്ല. കാരണം ഒടുവിൽ അയാൾ ഒരു സത്യം തിരിച്ചറിയുന്നു. ഒരു കയ്യൊപ്പിന്റെ സൗന്ദര്യം അതിന്റെ പെർഫെക്ഷനിലല്ല, അത് ആരുടേതാണെന്നതിലാണ്.
അങ്ങനെ കയ്യൊപ്പ് പാർക്കിൻസൺസ് എന്ന രോഗത്തെക്കുറിച്ചുള്ള ഒരു സിനിമ എന്നതിനപ്പുറം ശരീരം പതിയെ മാറുമ്പോഴും സ്വന്തം വ്യക്തിത്വവും ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയായി മാറാം. രോഗം അയാളുടെ കൈകളെ മാറ്റിയേക്കാം, പക്ഷെ ആ കൈകൾ എഴുതിയ ജീവിതത്തെ മായ്ച്ചു കളയാൻ അതിന് കഴിയില്ല. അവസാന ഫ്രെയിമിൽ ഒരു പക്ഷേ വിറയ്ക്കുന്ന കൈയിൽ നിന്ന് പിറക്കുന്ന ഒരു അപൂർണമായ കയ്യൊപ്പ് മാത്രം കാണാം. അതിന്റെ താഴെ ഒരു വലിയ സന്തോഷവുമില്ല, വലിയ സംഭാഷണവുമില്ല. പക്ഷേ ആ വിറയലിനിടയിലും സ്വന്തം പേരെഴുതാൻ കഴിയുന്ന ഒരാളുടെ ആത്മവിശ്വാസം മാത്രം അവിടെ ശേഷിക്കും. അതാണ് കയ്യൊപ്പ്. പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടല്ല, സ്വന്തമായതുകൊണ്ട് മനോഹരമായൊരു കയ്യൊപ്പ്. ഇത്തരത്തിലുള്ള സിനിമാ സങ്കല്പങ്ങളും സിനിമാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്തരം കൂടുതൽ സിനിമാ കഥകളും വിശകലനങ്ങളും അറിയാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പുതിയ വീഡിയോകൾ ആദ്യം അറിയാൻ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.